നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവമാണ് തേങ്ങ അരച്ച കടലക്കറി തയ്യാറാക്കുന്നത്. പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടെല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിനകത്തോടെ ഇതൊട്ടൊന്ന് വേവിക്കണം. ഇടുവാണത് മൊത്തം. തലേന്ന് രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിലിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇതേപോലെ 200 ഗ്രാം കടല കാണും. ഞാൻ 200 ഗ്രാം കടല എടുത്തിട്ടുള്ളൂ. അതിനായിട്ട് നമുക്ക് അല്പം ഉപ്പിടാം. ഉപ്പിട്ട് വേവിക്കുന്നതിൻ്റെ പ്രത്യേകത പറയുന്നത് കടലയ്ക്കകത്ത് ഉപ്പ് പിടിക്കും. പിന്നെ അതിൻ്റെ ബാക്കി ഉപ്പ് നമുക്ക് ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കടല കഷ്ണത്തിനകത്ത് ഉപ്പ് പിടിക്കത്തില്ല. നമുക്ക് നമുക്ക് ആദ്യം ഒരു വിസിൽ അടിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ സിമ്മിലിട്ടൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റത്തെ വേവ് കാണും. ഒരു വിസിൽ അടിച്ച് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഫ്ലെയിം സിമ്മി വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കുവാണ്. നമുക്ക് ഈ ഒരു കടായി എടുക്കാം. കടായിലോട്ട് എടുത്ത് വെക്കാം. നമുക്ക് പാത്രം ഒന്ന് ചൂടാവണം. നമുക്ക് എന്തൊക്കെ ചേരുവെന്ന് നോക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റ് തേങ്ങാക്കൊത്തുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു വലിയ ഇടത്തര സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റണം. നമുക്ക് കുറച്ച് ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വെളിച്ചെണ്ണ എടുത്താൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിരിക്കും. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തിട്ടൊന്ന് വഴറ്റാം. തേങ്ങാക്കൊത്തിന് മൂപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് മൂത്തിട്ട് നമുക്ക് ബാക്കിയുള്ള തരാം. എൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി തേങ്ങാക്കൊത്തൊന്ന് നമ്മളൊന്ന് ചെറിയ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. എൻ്റെ ചെവയൊക്കെ മാറിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ കൂട്ടത്തിലോട്ട്. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരണം. അതിനകത്തോട്ട് ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഈ സവാളയും ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ കഷ്ണത്തിനൊക്കെ ശകലം ഉപ്പ് പിടിക്കും. ഒരുപാട് വേണ്ട, ഒരു ലൈറ്റായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശകലം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കഷ്ണത്തിലൊട്ടൊക്കെ ഒന്ന് പിടിച്ചോളൂ. നമുക്കിതിനകത്ത് വേണമെങ്കിൽ കിഴങ്ങൊക്കെ ചേർക്കാം. കൊഴുപ്പിനൊക്കെ നമ്മൾ അന്ന് തേങ്ങ അരച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് കിഴങ്ങ് നമ്മൾ ഒഴിവാക്കി. ഫ്ലെയിം കൂട്ടി വെക്കണം. ഒന്ന് സവാളയൊക്കെ കൊച്ചുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇതിനകത്തോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇന്ന് ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 സ്പൂണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ടായതുകൊണ്ട് വേണ്ട. ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തന്നെ തക്കാളിയും ഇട്ടൊന്ന് വഴറ്റാം. മസാലകളൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം, അതിൽ മസാലകൾ കരിഞ്ഞു പോവും. അത് അതിൻ്റെ തക്കാളിയും കൂടെ ഇട്ടണം. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ കിടന്ന് വെന്ത് വരും. ഒന്ന് വഴണ്ടിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് കിടന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടല വെന്തിട്ടുണ്ട്. വേണ്ട ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് കടല.
ഉണ്ടോ? കടല വെന്തിക്കുന്നുണ്ടോ? ഇത് വെള്ളക്കടലയാണ്, തോനെ വേവ് വേണ്ട, ഒരുപാട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഒരു അല്പം ഇങ്ങോട്ട് മാറ്റാം, ഒരു കുറച്ച്. ഇതിന് വെച്ചാൽ നമുക്കൊന്ന് അരയ്ക്കാൻ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിട്ട് മാറ്റുകയാണ്. നമുക്കിനി ഇത് ഇനി അതൊരു തട്ടിയിടാം. നന്നായിട്ട് കടല വെന്തിട്ടുണ്ട്. ഇനി കിടക്കട്ടെ, നമുക്കൊന്ന് അരച്ചൊന്ന് ചേർക്കാം, അപ്പം കൊഴുപ്പ് കിട്ടും. ഞാൻ 2 പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, തേങ്ങ അരയ്ക്കുന്നുണ്ട്. ഈ 2 പിടി തേങ്ങയാണ് നമ്മൾ ചേർക്കുന്നത്. അതിനൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ, കൊഴുപ്പിനാണ് നമ്മൾ ഇതങ്ങനെ ചെയ്യുന്നത്. രുചിക്കും നമ്മൾ ആ ടേസ്റ്റും കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കടലക്കറിക്കുണ്ടായിരിക്കും. അരയ്ക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കുവാണ്. നമുക്കിത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒന്ന് ഇതിനകത്തോട്ട് ഒഴിക്കാം. കണ്ട തേങ്ങ ഇവിടെ ഈ രീതി നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതാണ്. ഒരു കൊഴുപ്പൊക്കെ കിട്ടും. നമുക്ക് ഒന്ന് ജാറ് ചുറ്റിച്ചൊന്ന് ഒഴിക്കാം. ഒരുപാട് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഒരുപാട് തിളയ്ക്കണ്ട. നമുക്ക് ഇനി ഇതൊന്ന് ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇത് നമ്മൾ ദോശയുടെ കൂടെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നമ്മളിത് ഉപയോഗിക്കും. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ഈ രീതിയിലാണ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് നോക്കാം. നമ്മൾ ഉപ്പ് ഇട്ടതാണ്. നമുക്ക് അല്പം ഉപ്പിടാം, അല്പം ഉപ്പിടാം. ഒന്ന് കടുക് താളിക്കാം. നല്ല കറിയാണ്. നമുക്കൊരു പാനിൽ വെക്കാം. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ, കടുക് കൊട്ടാൻ വേണ്ടി മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടണം. നമുക്ക് അല്പം കടുക് ഇടാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിടാം. ചെറിയൊരു ബ്രൗൺ കളർ ആവണം. നമുക്ക് അതിനകത്തോട്ട് മൂന്നാമത് കരിയാപ്പില ഇടാം. നമുക്ക് അതിനകത്തോട്ട് 2-3 വറ്റൽമുളകും കൂടി ഇടാം. നമ്മൾ കടു റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടു നമ്മൾ താളിച്ച് റെഡിയായിട്ട് നമുക്ക് ഇവിടെ ഒഴിക്കാം. നമുക്കിത് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ഈ എണ്ണ, ഈ കടുവിൻ്റെ മണമൊക്കെ ഈ കറിക്കകത്ത് പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചത് അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം, അപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ നമ്മൾ കടലക്കറി ഉപയോഗിക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കടലക്കറി ഉപയോഗിക്കാണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കടലക്കറി റെഡിയാക്കി വെക്കുന്നത്. അതുപോലെ കൊഴുപ്പായിട്ട് പിന്നെ തേങ്ങ നല്ല കൊഴുപ്പായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ഇതാണ്. ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റൊക്കെ അയക്കണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഒറ്റ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. നന്ദി, നമസ്കാരം.